ഹേ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ജനറൽ സപ്ലൈസ് കളക്ഷൻ കാണിച്ചു തരാം. ജനറൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ അതിന് മാത്രമൊന്നുമില്ല, എന്നാൽ തിരക്കേടില്ലാത്ത അളവിൽ കയ്യിലുണ്ട്. ഞാനിതൊക്കെ ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പ്രൈസുള്ളതൊന്നും വാങ്ങലില്ല. ഞാൻ വാങ്ങിയ പ്രോഡക്ട്സിൽ ജേണൽ കിറ്റ് ഒഴികെ ബാക്കി എല്ലാം ബിലോ 250 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. കൂടുതലും 100 to 200 അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബട്ട് ചെറിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ലിങ്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം. സോ നമുക്ക് പേർപ്പിൾ ജേണൽ കിറ്റും തുടങ്ങാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയ ടൈമിൽ 298 രൂപയായിരുന്നു. സെയിം സാധനം തന്നെ 150 രൂപയ്ക്ക് വരെ കാണലുണ്ട്. പിന്നെ ആ ചാർജ് ഈ ചാർജ് പറഞ്ഞിട്ട് റേറ്റ് കൂട്ടി 300 റേഞ്ചിൽ തന്നെ എത്തിക്കും. പിന്നെ ഞാൻ സെയിം കിറ്റ് തന്നെ വേറൊരു ചാനലിൽ അൺബോക്സിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 3 വാഷി ടേപ്പും വേറെ കുറേ ഐറ്റംസും കണ്ടു. സോ റേറ്റിനനുസരിച്ച് ഇതിൽ ഐറ്റംസ് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. വാങ്ങുമ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി വാങ്ങിയാൽ നന്നായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലും കൂടെ ഞാൻ കാണിക്കുന്നില്ല, ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. പിന്നെ ലോങ് വീഡിയോസിൽ വോയിസ് ഓവർ ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ടാണ് അതിലൊന്നും വോയിസ് ഓവർ ചെയ്യാത്തത്. അപ്പോൾ പേർപ്പിൾ ജേണൽ കിറ്റിൽ ഇതൊക്കെയാണുള്ളത്. ഇനി വിൻറ്റേജ് ജേണൽ കിറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കാം അല്ലേ. ഇതിൻ്റെ ബുക്കിലാണ് കേട്ടോ ഞാൻ ജേണൽ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത്. ഇതൊരു ഫുഡിൻ്റെ തീമിൽ വരുന്നതാണ്, എന്നാലും കുറേ അധികം എസ്തെറ്റിക് ആയ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിലുള്ളതെല്ലാം യൂസ് ചെയ്യണതിന് മുന്നേ എടുത്ത വീഡിയോസാണ്. ഇതിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുറേ ഐറ്റംസ് കാണാനുണ്ടാവില്ല. ഇതിലൊരു കുട്ടി പാക്കറ്റ് ഫുള്ളായിട്ട് കാർഡ്സും ഫ്രെയിംസൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. PT സ്റ്റിക്കറും വാഷി സ്റ്റിക്കറും ഒക്കെ പേർപ്പിൾ കിറ്റിലെ പോലെ തന്നെയാണ്. ഏകദേശം ഒരേ പാറ്റേണിലാണ് വരുന്നത്. ഏകദേശം എന്നല്ല, ഒട്ടുമിക്കതും ഒരേ പാറ്റേണിലാണ് വരുന്നത്. ഇതിൽ ഡേറ്റ്സിൻ്റെ സ്റ്റാമ്പ് പോലെ വരുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായ സാധനം കേട്ടോ. അതിൽ 31 വരെ ഡേറ്റ് ഉണ്ട്, ബട്ട് എൻ്റെ 30 മിസ്സിംഗ് ആണ്. ഇതൊക്കെ നേരെ കാണുന്നുണ്ടെങ്കിൽ മറ്റേ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ബിലോ ഒരു 3 മിനിറ്റൊക്കെ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. ഫോൾഡിംഗ് ലേബലൊക്കെ ഓരോ ടൈപ്പാണ്. കുറേ എസ്തെറ്റിക് ആയ പിക്ചേഴ്സ് ഉണ്ട്, പിന്നെ ടിക്കറ്റ് ഉണ്ട്. എല്ലാവരും വിൻറ്റേജ് വൈബ്. വിൻറ്റേജ് തീം പിന്നെ വിൻറ്റേജ് വൈബ് അല്ലാതെ എങ്ങനെ ഉണ്ടാവുമല്ലേ. 2 എൻവലപ്പ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് കുറേ പാറ്റേൺ പേപ്പേഴ്സാണ്. പാറ്റേൺ പേപ്പർ, സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പർ, മെറ്റീരിയൽ പേപ്പർ, എന്താ അതിന് കറക്റ്റായിട്ട് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ഇത് 3 സൈസിലുണ്ട്. ഒരെണ്ണം നീളത്തിൽ, ഒരെണ്ണം അതിലിത്തിരി വലുപ്പത്തിൽ, പിന്നെ ഒരെണ്ണം ഏകദേശം ഒരു A4 ഒക്കെ സൈസിൽ വരുന്നത്. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ജേണൽ കിറ്റ്. ഇതെന്തായാലും ഞാൻ നേരെ കാണിച്ചു തരാം. ഇത് ഞാൻ ടൈമില്ലാത്തപ്പോൾ അൺബോക്സിങ് ചെയ്തതായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് കമൻറ്റും കണ്ടു. ബുക്കൊക്കെ എല്ലാത്തിലെയും പോലെ തന്നെയാണ്, ബട്ട് കവർ നോക്കി എന്ത് ഭംഗിയാ. കഴിഞ്ഞ കിറ്റ് ഞാൻ റേറ്റ് പറയാൻ മറന്നു. അത് മീഷോന്ന് വാങ്ങിയതാണ്, 303 രൂപയായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, 302 രൂപയാണ്. ഇതിലെ കാർഡ് ഉണ്ടല്ലോ, അതൊരു മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും വരുന്നുണ്ട്. ഇതൊക്കെ കട്ടിയുള്ള ടൈപ്പ് കാർഡാണ്, സാധാ പേപ്പർ അല്ല. പിന്നെ സ്റ്റിക്കേഴ്സ് അല്ല, നമ്മൾ തന്നെ ഗ്ലൂ ആക്കി ഒട്ടിക്കണം. കംപ്ലീറ്റ് ഒരു ഗേൾ തീമാണ്. പിന്നെ 2 വാഷി ടേപ്പ് ഉണ്ട്, 2ലും പാറ്റേൺസ് ഉണ്ട്. ഈ നോട്ട് പേപ്പർ ഉണ്ടല്ലോ, മെമ്മോ പാഡ്, അതൊക്കെ നല്ല എസ്തെറ്റിക് സാധനങ്ങളാണ് കേട്ടോ. 3ഉം ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഞാൻ വാങ്ങിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിറ്റ് ഇതായിരുന്നു. നല്ല ഭംഗിയിൽ കാണാൻ. എൻവലപ്പും 2 എണ്ണം ഉണ്ട്. ഫോൾഡ് ലേബിൾ കണ്ടോ, എന്താ പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണ എടുത്തതാ. എന്താ കാര്യം, ഇതൊന്നും കീറാനും മുറിക്കാനും ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെയേ വെച്ചിരിക്കുക. എല്ലാം ഒരു പേർപ്പിൾ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഈ സാധനമൊക്കെ ഞാൻ എങ്ങനെ കീറിയെടുക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വെച്ച് ജേർണലിംഗ് ചെയ്യണവരുണ്ടോ എന്തോ. എന്തായാലും ഇതൊക്കെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് തൂക്കാം. നല്ല അടിപൊളി എസ്തെറ്റിക് പിക്ചേഴ്സ്, എസ്തെറ്റിക് പെൺപിള്ളേർ അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ പറയുക, കണ്ടാൽ തന്നെ അറിയില്ലേ. അതൊക്കെ തന്നെ. PT സ്റ്റിക്കറും വാഷി സ്റ്റിക്കറും മറ്റേലത്തെ പോലെയല്ല. ഇതിലൊക്കെ വേറെ വേറെ ഐറ്റംസ് ആണ്. പുറകിലൊരു വാഷി ടേപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു, അത് കാര്യമാക്കണ്ട. ചേച്ചിയും മടക്കൊക്കെ എടുത്ത് ജേർണലിംഗ് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടാൽ എന്തോ റിച്ച് വൈബ് ഫീൽ ചെയ്യും. പർപ്പിൾ ബ്ലൂ ഈ 2 കളറാണ് കേട്ടോ ഉള്ളത്. അതേപോലെ തന്നെ നോക്കി നോക്കിയേ, ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. ഇതൊക്കെ ആൾക്കാർ കട്ട് ചെയ്ത് ജേർണലിംഗ് ചെയ്യുമോ? ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുക. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലുള്ളിൽ വെച്ച് കുറച്ച് വെറൈറ്റി ആയ ഐറ്റാണ്. കാരണം ഒരു ട്രാൻസ്ലൂസൻ പോലെയൊക്കെയുള്ള പേപ്പർ വൈറ്റ് സർഫസിൽ വെച്ചാലാണ് ഇതിൻ്റെ കളറൊക്കെ നേരെ കാണുന്നുള്ളൂ. ഒരു സുഖമുള്ള ടൈപ്പ് പേപ്പർ. ഇതായിരുന്നു എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജേണൽ കിറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഈ കിറ്റ് കിട്ടുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ ചേച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് മാത്രമല്ല ഇതെൻ്റെ ഫേവറേറ്റ്. ഇതിൽ കുറേ അധികം വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ ബട്ടർഫ്ലൈസ് ഒക്കെ ഓരോന്നും ഓരോ ഡിസൈനാണ് കേട്ടോ. മൊത്തം ബ്ലൂ ആയതുകൊണ്ട് ഒരുപോലെ ഇരിക്കണമെന്ന് മാത്രം. നമ്മൾ ASMR വീഡിയോസിലൊക്കെ കാണില്ലേ, അതേപോലുള്ള ബട്ടർഫ്ലൈസ്. പിന്നെ കുറേ ബീഡ്സും പേൾസും ഒക്കെ പോലെ തോന്നിക്കുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഷൈനിങ് ഉള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. എല്ലാതും വെയിലത്ത് കണ്ടു കഴിഞ്ഞാൽ ഒടുക്കത്തെ തിളക്കാണ്. പിന്നെ പേപ്പർ ഓയിലില്ലേ, അതേപോലെയുള്ള സ്റ്റിക്കേഴ്സ്. റിപ്പീറ്റഡ് പാറ്റേൺസ് ഒന്നുമില്ല. പേപ്പർ ഓയിലിൽ നിന്ന് തന്നെയല്ലേ പറയുക, ആണ് തോന്നുന്നു. പുറത്തൊരു പേപ്പർ ഓയിൽ ചുമ്മാ കിടപ്പുണ്ടായിരുന്നു, ബാക്കിയൊക്കെ സ്റ്റിക്കർ തന്നെയാണ്. ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നു തോന്നുന്നുണ്ട്. ബുക്കുള്ളത് എല്ലാത്തിലെയും പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഈ ഫ്രെയിമും കാർഡും ഉണ്ടല്ലോ, അതും അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അടിപൊളിയാണ്.
എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കാർഡ്സും ഒരു ഗ്ലോസി ടേപ്പ് തന്നെയാണ്, എല്ലാം സൂപ്പർ. മെമോ പാഡൊക്കെ കണ്ടോ, നല്ല രസമല്ലേ? ഇതിലും എഴുതിയൊക്കെ അടിപൊളിയാവും, ബട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. 2 വാഷി ടേപ്പ് ഉള്ളതിൽ ഒരെണ്ണം ബട്ടർഫ്ലൈസ് ആണ്, പിന്നെ മറ്റേത് നോക്കടോ, അതും ഭയങ്കര ഗ്ലോസി ആയ ഒരു സാധനം. വെയിലത്തൊക്കെ വെച്ചാൽ നല്ല തിളക്കം. വീഡിയോയിൽ നേരെ കാണാൻ വഴിയില്ല, സൂര്യനെയൊക്കെ മഴമൂടൽ കൊണ്ടുപോയിരിക്കുക. അല്ലെങ്കിലും വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ വരൂ. ഇതിൽ സ്റ്റിക്കേഴ്സ് ഇതേപോലെ PT സ്റ്റിക്കറും അല്ല, വാഷി സ്റ്റിക്കറും അല്ല. ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. മാറ്റ് ഫിനിഷിൻ്റെയും ഗ്ലോസി ഫിനിഷിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെ ഒരു ഐറ്റം. ഇനി പാറ്റേൺ പേപ്പറിലോട്ട് വന്നാൽ നോക്കിക്കേ, എന്തോരം വെറൈറ്റി ഐറ്റംസ് ആണ്. ചരിച്ച് പിടിച്ചാലൊക്കെ നല്ല തിളക്കുള്ള സാധനങ്ങളാണ്. വലിയ കനലില്ലാത്ത ട്രാൻസ്ലൂസൻ്റ് ആയ പേപ്പറാണ്. ആ മെറ്റീരിയൽ അല്ലാതെ തന്നെ വേറെയും പാറ്റേൺ പേപ്പർ വരുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഈ വലിയ പാറ്റേൺ പേപ്പേഴ്സ്, അതിലും നല്ല നല്ല പാറ്റേൺസ് ഉണ്ട്. ഇപ്പം മനസ്സിലായി കാണും എന്തുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ കിടക്കണമെന്ന്. എന്നേലും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡൊക്കെ ആയി ഗീവ് അവേ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ജേർണൽ ചെയ്യാൻ ഇനി മെയിനായിട്ട് വേണ്ടത് ബുക്കാണല്ലോ. ഒന്ന് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു. 146 രൂപയായിരുന്നു കേട്ടോ വാങ്ങുന്ന ടൈമിൽ. ഇതിൽ കുറേ പേജ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് എഡ്ജൊന്നും വല്ലാതെ വൃത്തിയില്ല. പിന്നെ ആ ലോക്കിൻ്റെ പോർഷനൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു. പിന്നെ ഈ ബുക്ക് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലൊന്നും ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എല്ലാം ഒന്ന് പഠിച്ച് സെറ്റായിട്ട് വന്നാലേ ചെയ്യുമെന്ന് കരുതിയിട്ടാ. വാഷി ടേപ്പിൻ്റെ സെറ്റ് എൻ്റെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ. ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ 10 പീസിൻ്റെ ഒരെണ്ണവും ബ്ലാക്ക് തീമിൽ വരുന്ന 20 പീസിൻ്റെ ഒരെണ്ണവും. ബ്ലാക്കിനാണെങ്കിൽ 5 സൈസിലാണ് ടേപ്സ് വരുന്നത്. ഇതിൻ്റെ പാക്കിങ് കണ്ടോ, നല്ല രസമല്ലേ? സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇത് വളരെ അഫോർഡബിൾ ആയൊരു കിറ്റാണ്. ജാപ്പനീസ് തീമിലുണ്ട്, കവായി തീമിലുണ്ട്. ഞാൻ ജാപ്പനീസ് തീമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 4 കളേഴ്സ് വരുന്നുണ്ട്. ഓരോ കളേഴ്സും 25 ഷീറ്റ് വെച്ച് മൊത്തത്തിൽ 100 ഷീറ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയി കാണിക്കാൻ നിന്നാൽ ബോറടിക്കും. അതുകൊണ്ടൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ ജാപ്പനീസ് ട്രഡീഷനായ കുറേ ബിൽഡിങ്സും അവരുടെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും കുറേ ഐറ്റംസ് ഇതിനകത്തുണ്ട്. കുട്ടി സ്റ്റിക്കേഴ്സാണ്, എന്നാൽ ചിലതൊക്കെ വലുപ്പമുണ്ട്. മര്യാദയ്ക്ക് ജേർണലിംഗ് ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആവും. ഞാൻ ജേർണലിംഗ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതും ഒരു ആർട്ട് തന്നെയാണല്ലോ. നമ്മളിപ്പോൾ സ്വയം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരെയൊക്കെ എൻഗേജിങ് ആക്കണ്ടേ. ഈ സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, ഇത് ഈ ഒരു സെറ്റിൽ 100 പീസ് വരുന്നുണ്ട്. റിപ്പീറ്റഡ് പാറ്റേൺസ് ഇല്ല, ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ്. ഇത് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. ഈ 100 എണ്ണമൊക്കെ ഓരോന്ന് കാണിക്കാൻ തന്ന വീഡിയോ ലെങ്ത് അങ്ങനെ കൂടിപ്പോവും. സ്റ്റിക്കേഴ്സിന് ബാക്കിയുള്ളത് ഇതൊക്കെയാണ്. ഈ ഗേൾസിൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ പാറ്റേൺ പേപ്പറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കംപ്ലീറ്റ് ഒരു ക്രീം, ബ്രൗൺ അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്സിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. കുറച്ച് കോഡ്സും വേർഡ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരേപോലുള്ളതാ തന്നേന്ന്. അടുത്ത പാക്കറ്റും ഇതേപോലെ തന്നെ. ഇതിലാണെങ്കിൽ ഡാർക്ക് തീമിലാണ് വരുന്നത്. ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ പറയണേ. ഒരു പാക്കിൽ 6 പീസാണ്. ഇത് രണ്ടും കൂടെ ഒരു സെറ്റായിട്ട് വാങ്ങാൻ പറ്റിയതായിരുന്നു. ഈ സ്റ്റിക്കർ ബുക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ ആ വാഷി ടേപ്പിൻ്റെ കൂടെ ഓർഡർ ചെയ്തതാണ്. ബ്ലാക്ക് തീമിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ കരുതിയിട്ട്. ഈ ക്യൂട്ട് ഐറ്റംസിലും കൂടുതൽ എനിക്കിഷ്ടം ഈ എസ്തെറ്റിക്കാണ്. ക്യൂട്ട് ഇഷ്ടമല്ല എന്നല്ല, ഞാനത് ചെയ്ത് അത്രയും ശരിയാവില്ല, അതുകൊണ്ടാണ്. 2 വർക്കിൽ ഇതിൽ പേജ് 3-4 പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ 20 ഷീറ്റും വരുന്നുണ്ട്. കവായ് സ്റ്റിക്കേഴ്സ് പിന്നെ കാണിക്കാനും മാത്രമൊന്നുമില്ല, എല്ലാവരും കണ്ടതാവും, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ PT സ്റ്റിക്കർ റോൾ ഉണ്ടല്ലോ, ഇത് നല്ല വർത്തായി തോന്നിയ ഐറ്റമാണ് കേട്ടോ. അഴിച്ചു വെച്ചുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് നിവർന്ന് വരും. ഞാനിതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റാണ് വാങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതൊക്കെ നല്ല റേറ്റ്. സിംഗിൾ പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും ബ്രാൻഡായിട്ട് സെൻഡ് ചെയ്യും. 2 എണ്ണം വാങ്ങുന്ന എമൗണ്ടിന് ഒരു സെറ്റ് വാങ്ങാൻ പറ്റും. ബട്ട് സെറ്റായിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു ടേപ്പ് 2 മീറ്റർ വരുന്നുണ്ട്. കുറച്ച് പോർഷൻസ് കഴിഞ്ഞാൽ പിന്നെ സെയിം സ്റ്റിക്കേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. 4 റോളും 4 ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ജേർണൽ സപ്ലൈസ്. ഫുൾ വീഡിയോ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് പല അപാകതകളും കാണും. എല്ലാം വഴിയെ പരിഹരിക്കാം. സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കതൊക്കെ പരിഹരിക്കാൻ പറ്റും. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.